ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മനോരഥങ്ങൾ എന്ന സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡാണ്. വിൽപ്പന എന്നാണ് ഇതിന്റെ പേര്. ജേർണലിസ്റ്റായി സുനിൽദാസ് ആകട്ടെ റെസ്റ്റോറന്റിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അതിൽ ഫർണിച്ചേഴ്സും ടൈപ്പ് റൈറ്ററും ഒക്കെ എവിടെയോ വിൽക്കാനുണ്ടെന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അയാൾ അവിടേക്ക് കോൾ ചെയ്യുന്നുണ്ട്. മിസ്സിസ് പരേക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള അഡ്രസ്സ് അവർ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സുനിൽദാസ് ആ വീട് അന്വേഷിച്ച് അവിടെ എത്തുന്നുണ്ട്. കതക് തുറക്കുന്നത് മിസ്സിസ് പരേക്ക് ആയിരുന്നു. ആ വീട് കാലിയാക്കാനിരിക്കുന്നത് കാരണം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഫർണിച്ചേഴ്സ് ആണ് അവരിപ്പോൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അവർ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. മലയാളിയാണെന്ന് അറിഞ്ഞതും സുനിലിനോട് സംസാരിക്കാൻ അവർ കൂടുതൽ താല്പര്യപ്പെട്ടു. ഗീത എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ഹസ്ബൻഡ് പരേക്കിന് മദ്രാസിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ വീട് മാറുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ സുനിലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പരേക്കിന് പഴക്കം ചെന്ന സാധനങ്ങളോട് താല്പര്യമില്ല. അതുകൊണ്ട് അതെല്ലാം വിറ്റഴിക്കാൻ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അയാളൊരു മീറ്റിംഗിന് പോയ കാരണം എല്ലാ കാര്യങ്ങളും ഗീതയ്ക്കാണ് കൈകാര്യം ചെയ്യേണ്ടതായി വരുന്നത്. രാവിലെ 6 മണി മുതൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും പറ്റുന്നില്ല എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുനിലിന് ആവശ്യം ആ ടൈപ്പ് റൈറ്റർ ആയിരുന്നു. എന്നാൽ അടുത്തുള്ള ഒരാൾ രാവിലെ തന്നെ അത് വന്ന് ചോദിച്ചെന്നും അയാൾക്ക് ഞാനത് കൊടുത്തു എന്നും പറയുന്നു. എന്നാൽ സോഫ വാങ്ങുന്നുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു. അതിന്റെ വില എത്രയാന്ന് ചോദിച്ചപ്പോൾ അവർ അവിടെ ഒരു പേപ്പർ കഷ്ണം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പരേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാത്തിന്റെയും വില അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് കണക്കുകളൊന്നും നോക്കാൻ അറിയില്ലെന്നാണ് പരേക്ക് എപ്പോഴും പറയുന്നതെന്ന് അവർ സുനിലിനോട് പറയുന്നു. സോഫയ്ക്ക് 4500 രൂപയാണെന്ന് പറയുന്നു. അത് തനിക്ക് വേണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇതൊക്കെ തങ്ങൾ കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞുണ്ടാക്കിയ സാധനങ്ങളാണ്. എന്നാൽ ഇതൊക്കെ പഴയതായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിൽക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. പഴഞ്ചൻ സാധനങ്ങളോട് പരേക്കിന് താല്പര്യമില്ല. അപ്പോൾ പിന്നെ എന്നോടും താല്പര്യം കുറഞ്ഞു തുടങ്ങിയിരിക്കാമെന്ന് അവർ പറയുന്നു. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് പുറത്ത് ആരോ വന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി അവരെ ഒന്ന് അറ്റൻഡ് ചെയ്യുമോ എന്ന് അവർ ചോദിക്കുന്നു. സുനിൽ പോയി അവരെ അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവരും സാധനങ്ങൾ വാങ്ങാൻ വന്നവരായിരുന്നു. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഡൈനിങ് ടേബിൾ ആയിരുന്നു. എന്നാൽ ഡൈനിങ് ടേബിളിന്റെ വില കേട്ടപ്പോൾ അവർക്കത് വാങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നു. എപ്പോഴെങ്കിലും വില കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങളെ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കാർഡും കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അവര് പോയി കഴിയുമ്പോൾ ഗീത പറയുന്നുണ്ട്, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ദൈവമായിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അല്ലെങ്കിൽ രാവിലെ മുതൽ ഈ ആൾക്കാരെയും ഈ ഫോൺ കോളും എല്ലാം കൊണ്ടും ഞാൻ ആകെ തലവേദനയായിട്ടിരിക്കുകയായിരുന്നു. കൽക്കട്ടയിലെ വീട്ടില് എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഒട്ടും തന്നെ മടിയില്ലായിരുന്നു. എന്നാൽ ഈ മദ്രാസ് നഗരം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഈ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഗീതയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് നല്ല ബ്രില്യന്റ് ആയിരുന്നു. പിന്നീട് ലണ്ടനിലേക്ക് പോയി. അവിടെ തന്നെ ആരെയോ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. അതും പറഞ്ഞുകൊണ്ടൊരു കത്ത് മാത്രം അയച്ചിരുന്നു. ഇങ്ങോട്ടേക്ക് വരാറ് പോലുമില്ല. മകളുണ്ടായിരുന്ന കാലത്ത് എനിക്ക് മകളുടെ കാര്യമെങ്കിലും നോക്കാമായിരുന്നു. മകളും കൂടി പോയതോടുകൂടി ഞാനിവിടെ ഒറ്റയ്ക്കായി. കുറച്ചു കഴിയുമ്പോൾ വേറെ 2 പേര് വരുന്നുണ്ട്. അവർക്ക് വേണ്ടത് ബെഡും കോട്ടുമായിരുന്നു. ഗീത ഇത് കാണിച്ചു കൊടുക്കുന്നു. അവർക്കത് ഒരുപാട് ഇഷ്ടമായി. എന്നാൽ വില കേട്ടപ്പോൾ അവർക്കത് കൂടുതലാണെന്ന് തോന്നി. എന്നാൽ നിങ്ങളൊരു വില പറയാൻ ഗീത പറയുന്നുണ്ട്. അവർ 1500 രൂപയാണ് അതിന് പറയുന്നത്. 500 രൂപ അഡ്വാൻസും ബാക്കിയൊക്കെ ഇൻസ്റ്റാൾമെന്റും. അവർക്ക് ആ കോട്ട് ഒരുപാട് ഇഷ്ടമായത് കാരണം ആ വിലയ്ക്ക് തന്നെ അവർക്ക് കൊടുക്കാൻ ഗീത തീരുമാനിക്കുന്നു. സുനിൽ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ടൈപ്പ് റൈറ്റർ കിട്ടാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരു റൈറ്റിംഗ് ടേബിൾ തരാമെന്ന് പറഞ്ഞിട്ട് തന്റെ മകളുടെ റൂമിൽ കിടന്ന ടേബിൾ അവന് കാണിച്ചു കൊടുക്കുന്നു. അത് തനിക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും സുനിലിന് അറിയില്ലായിരുന്നു. എന്നാൽ ഇത് നിങ്ങൾ തന്നെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവരത് അവന് വിൽക്കുന്നു. അവിടെ നിന്നും പോകാൻ തുടങ്ങിയ സുനിലിനോട് അവര് പറയുന്നുണ്ട്, ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണമെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളെ ദൈവമായിട്ടാണ് എന്റെ അടുത്ത് എത്തിച്ചത്. സന്തോഷത്തില് അന്നത്തെ ലഞ്ച് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നു. അതിനിടെ ഗീത ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താൻ ഡ്രിങ്ക്സ് കഴിച്ചു തുടങ്ങാനുണ്ടായ കാരണവും പറയുന്നു. തന്റെ അച്ഛനും പരേക്കിന്റെ അച്ഛനും കൂട്ടുകാരായിരുന്നു. ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതും. വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ അയാളുടെ ലക്കാണെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഞങ്ങൾ ഒരുമിച്ചൊരു പാർട്ടിക്ക് പോയി. അവിടെ അയാളുടെ കൂട്ടുകാരെല്ലാം എന്നെ നിർബന്ധിച്ച് ഡ്രിങ്ക്സ് കഴിപ്പിച്ചു. ഞാൻ നല്ലപോലെ ഛർദ്ദിക്കുകയും ചെയ്തു. അന്ന് മുതൽ അയാൾക്ക് എന്നോട് ദേഷ്യമായിരുന്നു. ഇതൊക്കെ കഴിച്ച് ശീലിച്ചൂടെ എന്ന് എന്നോട് ചോദിക്കും. പിന്നെ എങ്ങനെ ഞാൻ കഴിച്ച് ശീലിച്ച് ഇപ്പോൾ എന്നോട് ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. സുനിലിന്റെ വിവാഹം കഴിഞ്ഞതാണ്. എന്നാൽ ഡിവോഴ്സായി. സുനിലിന്റെ വൈഫ് ഒരു മോഡലായിരുന്നു. 2 പേർക്കുമിടയിൽ കാര്യങ്ങൾ ഒത്തുപോയില്ല. അവൾക്ക് അവളുടേതായ ഫ്രീഡം ആവശ്യമായിരുന്നു. അത് കാരണം ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയില്ല. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ മറ്റൊരു മലയാളിയായ സ്ത്രീയും അവരുടെ കൊച്ചുമകളും വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സോഫയായിരുന്നു. സോഫയുടെ വിലയും കൂടുതലായ കാരണം അവർക്കും വിഷമമായി. എന്നാൽ അവർ ആഗ്രഹിച്ച വിലയ്ക്ക് തന്നെ ഗീത അവർക്ക് ആ സോഫ വിൽക്കുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും വിറ്റു. ഇനി വിൽക്കാൻ ഡൈനിങ് ടേബിൾ മാത്രമേ ഉള്ളൂ. ആ ഡോക്ടേഴ്സിനെ നമ്മൾ മടക്കി അയക്കേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നുന്നു. അവരുടെ
കാർഡ് എടുത്തിട്ട് അപ്പോൾ തന്നെ അവരെ വിളിച്ചിട്ട് ആ ഡൈനിങ് ടേബിൾ നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പഴയതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഗീത വിറ്റു. അവസാനമായി സുനിലിനോട് ഒരു ഹെൽപ്പ് കൂടി ഗീത ചോദിക്കുന്നുണ്ട്. എല്ലാം വിറ്റഴിഞ്ഞു കഴിഞ്ഞാലും ആരെങ്കിലും ഒക്കെ വരും. അപ്പോൾ ഞാൻ ഈ നിലത്ത് കിടക്കാം. നിങ്ങളൊരു പേപ്പർ കഷ്ണത്തിൽ എനിക്കും ഒരു വില നിശ്ചയിച്ച് നൂലിൽ കെട്ടി എന്റെ ശരീരത്തിൽ ബന്ധിപ്പിക്കണം. ഇത് കേട്ട് സുനിൽ ചിരിക്കുന്നു. ഗീത പറയുന്നുണ്ട്, ഞാൻ തമാശ പറഞ്ഞതല്ല. മറ്റു വസ്തുക്കളെ പോലെ തന്നെ ഞാനും ഈ വീട്ടിൽ പഴഞ്ചനാണ്. അത് മിസ്റ്റർ പരേക്കനും അറിയാം. അയാൾ പലപ്പോഴായിട്ടും അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് വിലയായിരിക്കും എന്റെ കഴുത്തിലെ പ്രൈസ് ടാഗിൽ എഴുതുന്നതെന്ന് ഗീത ചോദിക്കുന്നു. ആ സമയത്ത് ആരോ ഡോർബെൽ അടിക്കുന്നുണ്ട്. വീണ്ടും ആരോ സാധനം വാങ്ങാൻ വന്നതാണെന്ന് കരുതി സുനിൽ പോയി വാതിൽ തുറക്കുന്നുണ്ട്. അയാളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. മുകളിലെത്തി കഴിയുമ്പോഴാണ് സുനിലിന് മനസ്സിലാകുന്നത് അത് ഗീതയുടെ ഹസ്ബൻഡ് പരേക്കാണെന്ന്. അയാളെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നു, നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം വിറ്റഴിച്ചു. ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് വില പറയാം. എനിക്കും ഒരു വില എഴുതി തന്നേക്കാൻ അയാളോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന് അയാൾ അവളുടെ മുഖത്തടിക്കുന്നുണ്ട്. ആ അടി കിട്ടിയതും ഗീത വല്ലാതെ ചിരിക്കാൻ തുടങ്ങിയിരുന്നു. ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ചിരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആറാമത്തെ കഥയുടെ പേര് ഷെർലോക്ക് എന്നാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അമേരിക്കയിലുള്ള തന്റെ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്ന അനിയനായ ബാലുവിനെയാണ്. നാട്ടിൽ നിന്നിട്ട് ഒന്നും ആകാൻ സാധിക്കാത്ത കാരണം ഇവിടെ വന്ന എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടേക്ക് ബാലു വന്നിരിക്കുന്നത്. അവൻ വരുന്ന സമയത്ത് അമേരിക്കയിൽ വിന്റർ ആയിരുന്നു. ചേച്ചി അവന് വേണ്ടി റൂമൊക്കെ ഒരുക്കിയിട്ടിരുന്നു. ചേച്ചി ഹസ്ബൻഡുമായിരുന്നു അവിടെ താമസം. കൂടെ ഒരു പൂച്ചയും. അതിന്റെ പേരാണ് ഷെർലോക്ക്. അവന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ജയന്താകട്ടെ ജോലിക്കാരുമായിട്ട് സിറ്റിക്ക് പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിലെത്തിയ അവനാകട്ടെ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനാലകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം തന്നെ അടച്ചു മൂടി വെച്ചിരിക്കുകയാണ്. അവൻ ആഹാരം കഴിക്കുന്ന ടൈമിലാകട്ടെ തൊട്ടപ്പുറത്തെ ടേബിളിൽ നിന്ന് ഷെർലോക്കും ആഹാരം കഴിക്കുന്നുണ്ട്. ബാലുവിന് ആ പൂച്ചയെ തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവന്റെ ചേച്ചിക്ക് ആകെയുള്ള കൂട്ട് ആ ഷെർലോക്ക് ആയിരുന്നു. തണുപ്പ് സമയത്ത് എവിടെ നിന്നോ കയറി വന്നതാണ്. പിന്നീട് ഇവിടെ അങ്ങ് കൂടി. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഇവിടെ തുറന്നു വെച്ചാൽ പോലും അതൊന്നും മണത്ത് പോലും നോക്കില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്യാറ്റ് ഫുഡ് മാത്രമേ അത് കഴിക്കൂ. ചുരുക്കം പറഞ്ഞാൽ അത് കട്ട് തിന്നില്ല എന്നർത്ഥം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ബാലു പറയുന്നു, കട്ട് തിന്നാത്ത പൂച്ച അമേരിക്കയിൽ മാത്രമേ കാണൂ എന്ന്. പിറ്റേന്ന് അവന്റെ ചേച്ചിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പുറത്തു പോകുന്ന കാരണം അവൻ എന്തെങ്കിലും ആഹാരം കഴിക്കണമെങ്കിൽ എന്തൊക്കെ എവിടേക്ക് ഇരിക്കുന്നതെന്ന് അവർ കാണിച്ചു കൊടുക്കുന്നു. ബാലു മുകളിലേക്ക് കയറി പോകുമ്പോൾ ഷെർലോക്കും അവന്റെ പിറകെ പോവുകയാണ്. പിറ്റേന്ന് രാവിലെ അവനെ ഉറക്കമുണർത്തുന്നതും ഷെർലോക്ക് ആയിരുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ചേച്ചി പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പിന്നീട് ആ വീട്ടില് അവനും ഷെർലോക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് വേണ്ടി ചേച്ചി ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഷെർലോക്ക് ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് ഡോർ ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് ആഹാരം കഴിക്കാനും ഒന്ന് രണ്ട് സാധിക്കാനും ഒക്കെ അവിടേക്കാണ് പോകുന്നത്. അന്നത്തെ ദിവസം അവൻ എന്തൊക്കെയോ കഴിക്കാനുണ്ടാക്കി അതും കഴിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഷെർലോക്കും അവനെ ചുറ്റിപ്പറ്റി തന്നെ ഇരിപ്പുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അവന്റെ ചേച്ചി വരുന്നു. അവന് വീട്ടിലിരുന്ന് വല്ലാതെ ബോറടിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവനെയും കൂട്ടി ചേച്ചി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ജയന്ത് ജോലിക്കാരുമായിട്ട് സിറ്റിക്ക് പുറത്തു പോയിട്ട് ഏകദേശം 1 വർഷമായി. 1 മാസമെന്ന് പറഞ്ഞു പോയതാണ്. എന്നാൽ വർക്ക് തീരാത്തത് കാരണം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. താൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ട് സ്വന്തം സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഷെർലോക്കിനോട് പോലും സംസാരിച്ചു തുടങ്ങിയെന്നാണ് ചേച്ചി പറയുന്നത്. പിറ്റേന്നും ചേച്ചി പോയി കഴിയുമ്പോൾ അവനെന്തോ കഴിക്കാനുണ്ടാക്കിക്കൊണ്ട് ടിവിയും കണ്ടിരിക്കുകയായിരുന്നു. ഷെർലോക്ക് അവന്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ്. അവൻ എവിടെ ചെന്നിരുന്നാലും ഷെർലോക്കും അവിടെ വന്നിരിക്കും. പലതവണ അവൻ ആട്ടിപ്പായിച്ചിട്ടും അത് പോകുന്നുണ്ടായിരുന്നില്ല. ബാലു നാട്ടിൽ വെച്ച് നല്ലപോലെ മദ്യപിക്കുമായിരുന്നു. അത് കാരണം അവൻ ഒരു ജോലിയും കിട്ടിയിരുന്നില്ല. എന്നാൽ താൻ ഇപ്പോൾ എല്ലാം നിർത്തിയെന്ന് തന്നെയാണ് ബാലു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ അതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് കൂടിയാകാൻ വേണ്ടിയാണ് ഇവിടേക്ക് അവനെ കൊണ്ടുവന്നത് തന്നെ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. വെറുതെ ഇരുന്നിരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അവൻ പിറ്റേന്ന് മുതൽ പല ജോലിക്കും ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്ത് കാര്യം ചെയ്യാനിരുന്നാലും ഷെർലോക്ക് തന്റെ അടുത്ത് വന്നിരിക്കുന്നത് അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ജയന്ത് വരുന്നുണ്ടെന്ന് അവന്റെ ചേച്ചി പറയുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുകയായിരുന്നു അവർ. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അയാളുടെ കോള് വരുന്നത്. അയാളുടെ ഒരു മീറ്റിംഗിലാണെന്നും ഇന്നും വരാൻ കഴിയില്ല എന്ന്. അതോടുകൂടി അവന്റെ ചേച്ചി ആകെ ദേഷ്യത്തിലായി. ദേഷ്യവും വിഷമവും എല്ലാം കാരണം അവന് ഫുഡ് വിളമ്പി കൊടുത്തിട്ട് അവര് റൂമിൽ പോയിരുന്ന് കരയുകയായിരുന്നു. ഷെർലോക്ക് അവരുടെ റൂമിന്റെ പുറത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവന്റെ ചേച്ചി എഴുന്നേറ്റ് വന്നില്ല. അവനാണ് എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് അവൻ വീണ്ടും ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ പേപ്പേഴ്സ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ എല്ലാം റിജക്റ്റഡ് ആയിരുന്നു. അവൻ ആകെ സങ്കടത്തിലായി. അങ്ങനെ അടുത്ത ദിവസം ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ട് ബാലു പുറത്തേക്ക് ഇറങ്ങുന്നു. കുറേയായിട്ട് അവൻ മദ്യപിക്കാറില്ലായിരുന്നു. അന്ന് അവന് മദ്യപിക്കണമെന്ന് തോന്നി ഒരു കടയിൽ നിന്ന് സിഗരറ്റും ആൽക്കഹോളും വാങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാകട്ടെ ഒരാളെ കുറെ പേർ ചേർന്ന് അടിക്കുന്നതാണ് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ അത്
അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോ ശരിക്കും ബാലുവിന് വിഷമം തോന്നി. അടികൊണ്ട ആളാകട്ടെ ബാലുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു സിഗരറ്റും വാങ്ങി അവിടെ നിന്നും പോകുന്നു. അവൻ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയ ശേഷം താൻ വാങ്ങിയ ആൽക്കഹോൾ കുടിക്കാൻ ആരംഭിച്ചു. ഷെർലോക്കും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിനക്കും വേണോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് അവനും കൊടുക്കുന്നുണ്ട്. കുറെ നേരം അവൻ ഷെർലോക്കിനോട് സംസാരിക്കുന്നു. അതുവരെയും അവന് ഷെർലോക്കിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ പതിയെ അതിന്റെ തലയിൽ അവൻ തലോടാൻ തുടങ്ങി. ക്യാറ്റ് ഫുഡ് മാത്രം കഴിക്കുന്ന ഷെർലോക്കിന് അന്ന് അവൻ നാടൻ ചോറ് കൊടുക്കുന്നുണ്ട്. മലയാളികളുടെ കൂടെ വളരുന്ന നീ മലയാളി ഫുഡ് കഴിച്ച് വളർന്നാ മതി, അല്ലാതെ ഇംഗ്ലീഷ് ഫുഡ് മാത്രം കഴിച്ച് വളർന്നാ പോരാന്ന് അവൻ ഷെർലോക്കിനോട് പറയുന്നു. അവൻ കൊടുത്ത ചോറ് ഷെർലോക്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ബാല് നല്ലപോലെ ഫിറ്റായിരുന്നു. നീ എപ്പോഴും ഇതിനകത്തിരിക്കാതെ പുറം ലോകമൊക്കെ കണ്ടിട്ട് തിരിച്ചു വാന്ന് പറഞ്ഞിട്ട് അവൻ ഷെർലോക്കിനെ എടുത്ത് പുറത്തേക്ക് എറിയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഷെർലോക്ക് പുറത്തേക്ക് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചവനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഷെർലോക്കിന് നഖങ്ങൾ ഉണ്ടായിരുന്നില്ല. വീട്ടിലെ സാധനങ്ങളിലെല്ലാം അതിന്റെ നഖം കൊണ്ട് കീറുന്ന കാരണം ചേച്ചിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന്റെ നഖങ്ങളെല്ലാം എടുത്തു കളഞ്ഞിരുന്നു. ഷെർലോക്ക് പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടിപ്പോകുന്നു. ബാലുവിന് ശരിക്കും വിഷമമാകാൻ തുടങ്ങി. അവനാ ചെയ്തത് തെറ്റായിരുന്നു എന്ന് തോന്നാൻ തുടങ്ങിയതും അവൻ അവിടെ ഇരുന്ന് കരയുന്നു. എന്നാൽ അവനോട് ദേഷ്യപ്പെട്ട് ഉള്ളിലേക്ക് പോയി ഷെർലോക്ക് വീണ്ടും അവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പുറത്ത് മഞ്ഞു വീഴുന്നത് നോക്കിക്കൊണ്ട് ബാലു ഷെർലോക്കിന്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 7ാമത്തെ കഥയുടെ പേര് കടൽക്കാറ്റ് എന്നാണ്. കടലിനടുത്തായിട്ട് വലിയൊരു തറവാട് വീട്. അവിടെയാണ് ഭാരതിയും മകളും താമസിക്കുന്നത്. അവരുടെ ഹസ്ബൻഡ് കേശവാകട്ടെ പട്ടണത്തിൽ ജോലി ചെയ്യുകയാണ്. വീട്ടിലെയും പറമ്പിലെയും കാര്യങ്ങളെല്ലാം തന്നെ ഭാരതിയാണ് ആൾക്കാരെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നത്. കേശവ് വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി. ജോലി തിരക്കാണെന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല ഇടയ്ക്ക് ആസ്മയുടെ പ്രശ്നമുള്ളത് കൊണ്ട് കടൽക്കാറ്റടിക്കുന്നത് അത് കൂട്ടാൻ ഇടയാക്കും. അതുകൊണ്ട് അയാൾ ഇങ്ങോട്ട് വരാത്തതിൽ ഭാരതി ഒരു പരിഭവവും പറഞ്ഞിരുന്നില്ല. ഭാരതി രണ്ടാമതും പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ അവളുടെ ഹസ്ബൻഡ് കേശവാകട്ടെ അവളെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് ജോലി സ്ഥലത്ത് മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം കാരണമാണ് അയാൾ നാട്ടിലേക്ക് അങ്ങനെ വരാത്തത്. മാർഗരറ്റിനോട് യാത്ര പറഞ്ഞിട്ട് അയാൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ജോലി സ്ഥലത്ത് അയാൾക്ക് വളരെയധികം പ്രഷർ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഭാരതി അയാളെ വിളിക്കുന്നത്. ഈ ആഴ്ചയെങ്കിലും വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു. മകൾക്ക് വയറുവേദനയുണ്ട്, അവൾക്കുള്ള ഇംഗ്ലീഷ് മരുന്ന് വാങ്ങിയിട്ട് വേണം വരാൻ. അയാൾക്ക് അവളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ജോലിക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നു. ഭാരതിക്കും ശരിക്കും വിഷമമായി. ബേബി മോൾ ചോദിച്ചുകൊണ്ടേയിരുന്നു അച്ഛൻ എപ്പോൾ വരുമെന്ന്. ഈ ആഴ്ച വരുമെന്ന് അവളോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നാൽ മാർഗരറ്റ് അയാളെ കോൾ ചെയ്യുമ്പോൾ അയാൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അവനോട് സംസാരിക്കുമ്പോൾ മാർഗരറ്റ് താൻ ഉണ്ടാക്കിയ ഒരു എംബ്രോയിഡറി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ വൈകിട്ട് മാർഗരറ്റിന് ഒരു ഗിഫ്റ്റുമായിട്ടാണ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അന്നത്തെ രാത്രി മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ എപ്പോഴാണ് വിവാഹം കഴിക്കുന്നതെന്ന് മാർഗരറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഡാഡിയും മമ്മിയും ചോദിച്ചു തുടങ്ങി. എന്നാൽ മാർഗരറ്റിന്റെ കൂടെ അങ്ങനെയൊരു ബന്ധത്തിന് കേശവന് താല്പര്യമില്ലായിരുന്നു. ഒരു ബന്ധത്തിൽ കുടുങ്ങി കിടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ രണ്ടുപേരും ഫ്രീ ആയിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം കേട്ടപ്പോൾ മാർഗരറ്റ് ശരിക്കും അപ്സെറ്റായി. പിറ്റേന്ന് താമസ സ്ഥലത്ത് നിന്നും ജോലിക്ക് പോകാൻ ഇറങ്ങാൻ നേരത്ത് കേശവനോട് അവിടുത്തെ ജോലിക്കാരൻ പറയുന്നുണ്ട് സാറിന് ഒരു കോള് വന്നിരുന്നുവെന്ന്. കുറെ തവണ ഫോൺ അടിച്ചത് കൊണ്ടാണ് താൻ എടുത്തത്. സാറിന്റെ വൈഫാണ്. ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തുന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചതെന്നും പറയുന്നു. എന്നാൽ അവൻ ആ ജോലിക്കാരനോട് ഒരുപാട് ചൂടാകുന്നു. നീ എന്തിനാ എനിക്ക് വരുന്ന ഫോണൊക്കെ എടുക്കുന്നെന്ന് ചോദിച്ചിട്ട് അയാൾ അന്ന് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അയാളുടെ വീട്ടിലെ നായയാകട്ടെ അയാളെ കണ്ടതും കുരയ്ക്കാൻ തുടങ്ങി. മകളുടെ മരുന്ന് വാങ്ങിയെന്ന് ഭാരതി ചോദിക്കുമ്പോൾ താൻ പലയിടത്തും അന്വേഷിച്ചു, അത് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അയാളത് വാങ്ങാൻ വിട്ടുപോയതായിരുന്നു. ആസ്മ എങ്ങനെയുണ്ടെന്ന് അയാളോട് ചോദിക്കുമ്പോൾ ടൗണിൽ ഈ കടൽക്കാറ്റിന്റെ ശല്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല കുറവുണ്ടെന്നും ഇവിടെ വരുമ്പോഴാണ് പ്രശ്നമെന്നും പറയുന്നു. കൂടുതൽ സമയം മാർഗരറ്റിന്റെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്ന ഒരു കള്ളം മാത്രമായിരുന്നു അത്. കുറെ ദിവസമായിട്ട് കാണാത്തത് കൊണ്ടാണ് താൻ ഫോൺ ചെയ്തതെന്ന് ഭാരതി പറയുന്നു. ജോലി തിരക്കാണെന്ന് അറിയാം, ശല്യം ചെയ്തതിൽ ഒരുപാട് ക്ഷമയും അവൾ ചോദിക്കുന്നുണ്ട്. അവളുടെ ഡെലിവറി ഡേറ്റ് അടുത്ത് വരികയായിരുന്നു. അയാൾക്ക് കൂടുതൽ സമയം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഡെലിവറി ആകുമ്പോഴത്തേക്ക് താൻ വരാം, അതുവരെ ആരെങ്കിലും ഒക്കെ വിളിച്ചു നിർത്താമെന്ന് ഭാരതിയും പറയുന്നു. സ്വന്തം ഹെൽത്തിനേക്കാൾ കൂടുതൽ അയാളുടെ ഹെൽത്തിനെ കുറിച്ചായിരുന്നു ഭാരതിയുടെ ചിന്ത. അയാൾ വീട്ടിലാണെങ്കിലും അയാളുടെ മനസ്സ് മുഴുവൻ മാർഗരറ്റ് ആയിരുന്നു. മാർഗരറ്റിന്റെ കൂടെ ചെലവഴിച്ച നിമിഷങ്ങൾ മാത്രമായിരുന്നു അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നത്. തന്റെ ഹസ്ബൻഡ് ആഹാരം കഴിച്ച ഇലയിൽ തന്നെ ഭാരതി ആഹാരം കഴിക്കുന്നതെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അയാൾ മാർഗരറ്റിനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ആരും തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഭാരതിയോട് പറയുന്നുണ്ട് താൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന്. കുറച്ചു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ പോകുന്നതെന്ന് ഭാരതി ചോദിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്നും ഞാൻ വൈകിട്ട് തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ബേബി മോൾക്ക്
രണ്ടുപേർക്കും ഒരുപാട് വിഷമമായി. ടൗണിലെത്തി അയാൾ നേരെ മാർഗരറ്റിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ആരുമില്ല എന്നും പള്ളിയിലൊരു ഫംഗ്ഷന് വേണ്ടി എല്ലാവരും അവിടേക്ക് പോയിരിക്കുകയാണെന്നും അവിടുത്തെ തോട്ടക്കാരൻ പറയുന്നു. പള്ളിയിലെത്തുമ്പോൾ അവിടെ ഒരു വിവാഹം നടക്കുകയായിരുന്നു. ആ കൂട്ടത്തിലെല്ലാം തന്നെ കേശവ് മാർഗരറ്റിനെ നോക്കുന്നുണ്ട്. എന്നാൽ അയാളെ ഞെട്ടിച്ചുകൊണ്ട് വധുവിന്റെ വേഷത്തിൽ മാർഗരറ്റിനെയാണ് കാണുന്നത്. അയാൾ ആകെ തകർന്നുപോയി. മാർഗരറ്റ് ഒരു കൂസലുമില്ലാതെ തന്റെ ഹസ്ബൻഡിനെ കേശവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കേശവ് തന്റെ ഫ്രണ്ട് ആണെന്നും ഹസ്ബൻഡിനോട് പറയുന്നു. ഒരു യന്ത്രത്തെ പോലെ കേശവ് അവളുടെ ഹസ്ബൻഡിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. മാർഗരറ്റ് ആഗ്രഹിച്ചത് ഒരു കുടുംബജീവിതമായിരുന്നു. കേശവിൽ നിന്നും തനിക്കത് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മാർഗരറ്റ് ആകട്ടെ മറ്റൊരാളെ വിവാഹം കഴിച്ചിരിക്കുന്നു. മാർഗരറ്റിന് വേണ്ടി ഒരു നിമിഷത്തേക്കെങ്കിലും തന്റെ വൈഫിനെയും കുഞ്ഞിനെയും മറന്ന കേശവിന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. വൈകിട്ടേ എത്തുമെന്ന് പറഞ്ഞ അയാൾ നേരത്തെ തിരിച്ചെത്തിയതിൽ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അതുവരെ അയാളെ കാണുമ്പോൾ കൊറിച്ചുകൊണ്ടിരുന്ന അയാളുടെ നായ അയാളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ഓടിയെത്തുന്നു. തന്റെ മകൾക്കുള്ള മരുന്നും അയാൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ ഭാരതിയോട് പറയുന്നുണ്ട് താൻ ടൗണിലെ വീട് ഒഴിയുകയാണെന്ന്. നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി മുതൽ ഞാൻ ഇവിടെ ഉണ്ടാകും. ഓഫീസിലേക്ക് ഞാൻ ഇവിടെ നിന്നും പോയി വന്നുകൊള്ളാം. ഇവിടുത്തെ കടൽക്കാറ്റ് നിങ്ങൾക്ക് പിടിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ നല്ല ഭേദമുണ്ടെന്ന്. എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ നിന്നുകൊള്ളാം. അത് കേട്ടപ്പോൾ ഭാരതിക്കും ഒരുപാട് സന്തോഷമായി. അവൾ ചിരിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. തന്റെ ഇടുപ്പിൽ തിരികെ വെച്ചിരുന്ന ഒരു തൂവാല അവൾ എടുക്കുന്നുണ്ട്. മാർഗരറ്റ് എംബ്രോയിഡറി ചെയ്ത അതേ തൂവാല. അതിന്റെ അവസാനം വിത്ത് ലവ് മാർഗരറ്റ് ഡിസൂസ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. മാർഗരറ്റും ഭാരതിയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും കേശവന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയവരാണ്.